വീണ്ടും വാർത്തകളിലേക്ക്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോഴുള്ള പുകില് നമുക്ക് ഓർമ്മിക്കുന്ന പലപ്പോഴും വാഹനമൊക്കെ കയറി ഇറങ്ങുന്നത് പല വീടിന്റെയും മുറ്റത്തുകൂടെയും അല്ലെങ്കിൽ അടുക്കള ഭാഗത്തൂടെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല കേട്ടോ. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ പ്രശ്നം. അതുമൂലം വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എറണാകുളം പറവൂർ മൂത്തകുന്നത്തെ 16-ലേറെ കുടുംബങ്ങൾ. വഴിയടച്ചും കാന നികത്തിയും റോഡ് നിർമ്മിച്ചതോടെ വീടുകളിൽ വെള്ളം കയറി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയത്. ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വികസനത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല, വളരെ സന്തോഷമായിരുന്നു. ഇവിടെ ഹൈവേ ഇത് വരണം എന്ന് പറഞ്ഞപ്പോൾ റോഡ് വീതി കൂട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം ഞങ്ങൾക്ക് ഇരട്ടി ദുഃഖത്തിലേക്കാണ് ഞങ്ങൾ. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വടക്കൻ പറവൂരിലെ മൂത്തകുന്നത്തു നിന്നാണ് ഈ കാഴ്ച. അശാസ്ത്രീയമായ രീതിയിൽ വീടുകളിലേക്കുള്ള വഴിയടച്ചും പ്രദേശത്തെ നദികളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള ഒരു പരാതി. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥ. പിന്നെ ഡ്രെയിനേജ് ഉണ്ടായിരുന്നതെല്ലാം പൊളിച്ച്, അതുകൊണ്ട് എല്ലാ വീടുകളിലും ഫുള്ള് വെള്ളക്കെട്ടാണ്. വീടുകളിലുള്ളിൽ വെള്ളം കയറണ്, പറമ്പിൽ വെള്ളം കെട്ടിന്, പുഴ അടച്ചു വെച്ചേക്കണത് 2 വർഷമായി. പിന്നെ ജോലിക്ക് പോകാനായിട്ട് ഈ വെള്ളം നീന്തി പോണ കുട്ടികൾക്ക് ഒരു വെള്ളം നീന്തിയാണ് കൊണ്ടുപോകുന്നത്. വണ്ടികൾ 2 കൊല്ലം ഞങ്ങളുടെ വീടുകളിൽ ബൈക്കും കാറും കയറിയിട്ട്. പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം.എൽ.എയും പ്രതിപക്ഷ നേതാവുമായ BD സതീശൻ രംഗത്തെത്തി. ദേശീയപാത അധികൃതരോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ട് കുറച്ചു പേർക്ക് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അതിനാവശ്യമായ നടപടികൾ ഹൈവേ അതോറിറ്റി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വേണ്ട പിന്തുണ ഞങ്ങളെല്ലാവരും കൊടുക്കും. പ്രശ്നപരിഹാരം തേടി ഇവിടുത്തുകാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേവലം ഉറപ്പുകൾക്കുമപ്പുറം ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. പറവൂരിൽ നിന്ന് ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.